നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ ടെലിവിഷനിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച ധർമ്മജനും ഭാര്യ അനുജയും. നമസ്കാരം. നമസ്കാരം. ധർമ്മജൻ നല്ല തിരക്കിലാണോ? ഒന്നുമില്ല, തിരക്ക് വരുമ്പോൾ എല്ലാം കൂടി വരും. ഇല്ലെങ്കിൽ ഈ കാരണന്മാർ പറയില്ലേ, ചൊറിയും കൂടി ഉണ്ടാവില്ല കുത്താനെന്ന് പറഞ്ഞ പോലെ. വെള്ളപ്പം എല്ലാം കൂടി വരും, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കും. ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ധർമ്മജൻ, അനുജ, രണ്ടുപേരുടെ പേരിൽ ജായുണ്ട്. ജയുണ്ട്. ഭയങ്കര പൊരുത്തമുള്ള ഭാര്യയും ഭർത്താവാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതെ, ചെറിയ ചെറിയ വഴക്കുകളുമായിട്ട് മുന്നോട്ടിങ്ങനെ പോകുന്ന ഒരു ഫാമിലി. സന്താനങ്ങളുടെ പേരെന്താ? മൂത്ത ആൾ വൈഗ, 4 വയസ്സായി. ഇയാൾ വേദ, ഒരു 2:45 2:30 എന്ന് പറയാവുന്ന പാകമായി. മോള് സ്കൂളിൽ പോകുന്നു. മോള് ഈ പ്രാവശ്യം ചേർത്തിട്ടുണ്ട് LKG. ഹലോ ഹേയ് ശരിക്കുന്നു. ഹലോ വീട്ടിലെ ആർട്ടിസ്റ്റാ വേദ. ഇതെന്താ നിങ്ങളുടെ പൊതുവെ എല്ലാം ഒരു ഡിഫറെൻറ്റ് പേരുകളാണ് അല്ലേ കുടുംബത്തിൽ? ഒന്നുമില്ല, പേര് ഇവരുടെ രണ്ടുപേരും പേരിട്ടത് പിഷാരടിയാണ്. എൻ്റെ സുഹൃത്ത് പിഷാരടിയാണ് രണ്ടുപേരും. ആമീന്ന് വിളിക്കും. അങ്ങനെ. ധർമ്മജൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഇപ്പം അമ്മ, ഞാനും ഫാമിലി ആയിട്ടൊരു വീട്ടിൽ. എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടനും വൈഫും 2 പിള്ളേരും തറവാട്ടിൽ. നിങ്ങൾ 2 ആൺമക്കളെ ഉള്ളൂ? 2 ആൺമക്കളേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് ബാഹുലേൻ എന്നാണ്, ബാബു എന്ന് വിളിക്കും. പുള്ളി SWTD വാട്ടർ ട്രാൻസ്പോർട്ടിലാണ് ജോലി. എന്താ അച്ഛനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പേരിട്ടിരിക്കുന്നു? അതിപ്പോൾ അച്ഛനോട് ചോദിക്കണം, അച്ഛൻ മരിച്ചും പോയി. എനിക്ക് ആദ്യമൊക്കെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും ധർമ്മജൻ എന്നുള്ള പേര്. കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സുമേഷ്, ബിനു അങ്ങനെയൊക്കെയുള്ള പേരും എനിക്ക് വലിയൊരു കട്ടിയുള്ള പേരും ധർമ്മജൻ. എനിക്കൊന്നത് ഈ ടീച്ചർമാർ അറ്റൻഡൻസ് വിളിക്കുമ്പോഴും ധർമ്മരാജൻ, ചില ലോഡിങ്ങുകാരുടെ പേരൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു എനിക്ക്. അങ്ങനെ ധർമ്മരാജൻ, ധർമ്മജൻ, ധർമ്മൻ, അങ്ങനെ പല രീതിയിൽ പോകുമായിരുന്നു. പിന്നീട് വലുതാകും തോറും എനിക്ക് ആ പേരിനോട് ഇഷ്ടം വന്നു. കാരണം റയറായിട്ടുള്ളൊരു പേരാണ്. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റായി കഴിഞ്ഞപ്പോൾ വേറൊരു പേര് ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെ പേരിനോട് പിന്നീടാണ് ഇഷ്ടം തോന്നിയത്. എന്ത് വിളിക്കും? ധർമ്മചേട്ടൻ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ധർമ്മോസ് എന്നൊക്കെയാണ് വിളിക്കണത്. നമ്മൾ ഫുൾ നെയിം ചേർത്തിട്ടൊരു ചേട്ടായും കൂടി ചേർക്കുന്നേ ഉള്ളൂ. അനുജയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, 2 കല്യാണം കഴിഞ്ഞു. ആണോ? എവിടെ ശരിക്കും നാട്? എൻ്റെ നെട്ടൂര്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കാണുന്ന വീടാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പ്രോപ്പർ ധർമ്മജൻ? ഞാൻ ബോൾഗാട്ടി എന്നാണ് പറയണമെങ്കിൽ മുളവുകാടാണ്. ഞങ്ങൾ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലാണ് ബോൾഗാട്ടി ഉള്ളത്. മുളവുകാട് വടക്കേ അറ്റത്താണ് എൻ്റെ വീട്, തെക്കേ അറ്റത്താണ് ബോൾഗാട്ടി. എന്നാൽ ഈ ചെറുതിലെ ഈ മിമിക്രിക്ക് പോകുമ്പോൾ അങ്ങനൊരു സ്റ്റൈലിനൊരു കട്ട് കിട്ടാൻ വേണ്ടി ഇട്ടതാ ധർമ്മജൻ ബോൾഗാട്ടിന്ന്. ശരിക്കും ഇത്തിരി നീങ്ങിയിട്ടാണ് വീട്. വേറെ ആൾക്കാരില്ലല്ലോ ഈ പേരിൽ? ഇല്ല. അന്ന് ഈ മിമിക്രിയിൽ പേര് പറയുമ്പോൾ ഒരു ഇപ്പൊ സുരാജ് വെഞ്ഞാറുമൂട് എന്നൊക്കെ പറഞ്ഞ പോലെ വാല് ഇട്ടിട്ടാണ് എല്ലാ മിമിക്രിക്കാരും പറഞ്ഞത്. നാടിനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ചിലർക്ക് അവനവന്റെ നാടിനോടൊരു ഇപ്പൊ സാജൻ പള്ളുരുത്തി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പേരേ ഉള്ളൂ ഈ വാലില്ലാത്ത ആർട്ടിസ്റ്റുകൾ. ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ. അതില്ല, മിമിക്രി ആർട്ടിസ്റ്റ് അല്ലല്ലോ. ആ ശരിയാ, മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അല്ലേ. പിന്നെ നാടകക്കാർ ഇടാറുണ്ട്, വേറെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല. എന്നോട് നെടുമുടി ചേട്ടൻ ചോദിച്ചു, നീ എന്തിനാ ഈ ബോൾഗാട്ടി കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചു. ധർമ്മജൻ എത്രയും പോരെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ ചേട്ടന് വേണമെന്ന് പോരെ, എന്തിനാ നെടുമുടി എന്ന് ചോദിച്ചു. ശരിക്കും ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമാ നടനാവുക എന്നുള്ളൊരു ലക്ഷ്യം ഇല്ലായിരുന്നോ? ഇല്ല ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലക്ഷ്യം അതായിരിക്കുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഉന്തി വിട്ട പോലെ ഇങ്ങനെ വന്നതാണ്. അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഒന്നുമില്ലായിരുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയായിട്ടൊക്കെ അഭിനയിക്കുന്നത് അനുജ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം കണ്ടേക്കണേ. ഇഷ്ടമാണോ അങ്ങനെ അഭിനയിക്കുന്നത്, സ്ത്രീയായിട്ട് അഭിനയിക്കുന്നത്? ഇഷ്ടമാണോ? നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ്? അതെയോ? വലിയ കോളിളക്കം സൃഷ്ടിച്ച ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു വയറിളക്കം സൃഷ്ടിച്ച ലവ് മാരേജ് ആയിരുന്നു പറയാം. അതേപോലെ ഈ പോകാൻ നേരത്ത് തലേ ദിവസം നമ്മളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് നമ്മൾ താലിയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു.
അന്ന് മുഴുവൻ അല്ല ഈ എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത് പ്രണയിക്കാൻ? ഞങ്ങൾ അകന്ന ബന്ധുക്കളായിരുന്നു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും വെച്ച് കാണുകയൊക്കെ ചെയ്യും. പരിചയമുള്ള വീട്ടിൽ തന്നെ നമ്മൾ അതെ അങ്ങനെയായിരുന്നു. അപ്പോൾ തലേദിവസം മുഴുവൻ രാത്രി ഉറക്കം നിന്ന് പ്ലാനിങ്ങും കാര്യങ്ങളും അവിടെ ചെല്ലുന്നു, വണ്ടി കയറണം, നമ്മളതിലെ കൂടി പോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കം നിൽപ്പും. രാവിലെ ഒരു ഉപ്പ് സോഡ കുടിച്ചതും തിരിച്ചു വന്നപ്പോൾ കരിക്ക് കുടിച്ചതും കൂടി വയറിളക്കം ആയിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ കോളിളക്കമല്ല വയറിളക്കം സൃഷ്ടിച്ചൊരു കല്യാണമായിപ്പോയി. അല്ല അങ്ങനെ വിവാഹം കഴിക്കണ്ട വീട്ടുകാർക്ക് ഇഷ്ടം? വീട്ടുകാരോടൊക്കെ ചോദിച്ചായിരുന്നു ആദ്യം. അപ്പം നമ്മൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു താല്പര്യം വരില്ല. കാരണം ഇവരുടെ വീട്ടിലെല്ലാവരും ഗവൺമെൻറ് സർവീസിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആങ്ങളെയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ. അപ്പോൾ അവരൊരു കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നൊരു രീതിയും ഇതിൻ്റെ നേരെ വിപരീതമായിരുന്നു. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇത്തിരി ഉഴപ്പനാണ് കാര്യങ്ങളെന്നൊക്കെ അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പേടി ഉണ്ടാവുമല്ലോ മുളക് കൊടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. അത് 1-2 പ്രാവശ്യം ചോദിച്ചപ്പോഴും അവർ അതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ തീരുമാനം എടുത്തിട്ട് പോകുന്നു. ഇപ്പോൾ വളരെ സൗഹൃദമാണ്, നല്ല രീതിയിൽ തന്നെ പോകുന്നു എല്ലാവരുമായിട്ട്. കുറേ കാലം ഉണ്ടായുള്ളൂ. കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി വലിയ സ്നേഹത്തോടുകൂടിയൊക്കെയാണ്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ച് കൊണ്ടുപോയി? ഞാനോർത്ത് വന്ന വണ്ടി കയറിയപ്പോൾ തന്നെ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു. അതെന്താ അങ്ങനെയാണ്? അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ, ഞാനായിട്ട് ഇടയ്ക്ക് ആ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി അവിടെ അമ്പലത്തിൻ്റെ അവിടെ തിരുമേനി പോകാതെ നിൽക്കുക. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തായി. ഞാൻ പറഞ്ഞു കിട്ടിയാൽ കൊണ്ടുവരാം പറഞ്ഞിട്ട് 10-12 മണിയായപ്പോഴാണ് ചെന്നത്. തിരുമേനി അവിടെ തന്നെ പോകാതെ നിന്ന് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തി. ഒളിച്ചോടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ ആവശ്യത്തിന് നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ ചേട്ടനും എടുത്തിയും അമ്മിച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്, വേറെ എങ്ങും പോകാനൊന്നും നിന്നില്ല. പിറ്റേ ദിവസം അപ്പം പോകുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞുള്ളൂ, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പിഷാരടിനെയും വിളിച്ചു പറഞ്ഞു. ഞാൻ 2-3 പേരോട് പറഞ്ഞുള്ളൂ. എൻ്റെ നാട്ടിലൊക്കെ സുഹൃത്തുക്കളായിരുന്നു. പറഞ്ഞു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കോളിളക്കങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു? വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു, നടത്തിത്തരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു കൊല്ലത്തോളമൊക്കെ പ്രശ്നമായിരുന്നു. ആണോ? ഒരു കൊല്ലത്തോളം മാറി നിന്നോ? ഒരു കൊല്ലം മിണ്ടില്ലായിരുന്നു. പിന്നെ മാറി. ആങ്ങളുടെ കല്യാണമൊക്കെ ഇപ്പോൾ വിളിച്ചു. അങ്ങനെ അപ്പോഴേക്കും ധർമ്മജൻ കുറച്ച് പോപ്പുലറായി തുടങ്ങിയോ? ആണോ? ഇപ്പോൾ വലിയ കാര്യമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് കാര്യമുള്ളതല്ല, അതുകൊണ്ടുള്ളതല്ല. പൊതുവേ ടിവിയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് കല്യാണം നടന്നത്. പക്ഷെ ഇത് ടിവിയിലൂടെയുള്ള ഒരു ആരാധനയോ അങ്ങനെയൊന്നും അല്ല സ്നേഹമൊക്കെ ഉണ്ടായത്. അവർക്കും അങ്ങനെ ഒന്നും ഇപ്പോഴും എൻ്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ സിനിമയിലുണ്ടോ സീരിയലിലുണ്ടോ എന്നുള്ളതൊന്നും അവർക്കും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെങ്ങനെ ഉത്തരം പറയുന്നു നോക്കട്ടെ. എഴുതി തരണം. രണ്ടുപേരും പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. രണ്ടുപേരും വേറെ വേറെയാണ്. പണ്ടങ്ങനെ പരീക്ഷയ്ക്ക് പഠിച്ചതാണ്. ചോദിക്കട്ടെ? എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലേ? എന്തൊരു മനപ്പൊരുത്തം. അങ്ങനെ വരാൻ വഴിയില്ല. ആദ്യമായി ഒന്നിച്ച് കണ്ട സിനിമ ഏതാ? കഥ പറയുമ്പോൾ. എനിക്കറിയില്ല കേട്ടോ. കഥ പറയുമ്പോഴാണോ? ഈ ആണുങ്ങൾ എന്താ മറന്നു പോകുന്നത്? ആ സമയത്ത് ഒരു ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് ശരി. ഞാൻ ചോദിക്കട്ടെ? ഇതിപ്പോ ചോദിച്ചാൽ രണ്ടുപേരും കൂടെ പൊളിയല്ലോ. കല്യാണം കഴിഞ്ഞ എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ ദിവസം ഏതാ? ഇയർ ഏതാ? വർഷം ഏതാ? നവംബർ 15, 97. ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഫാമിലി മാനാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കിടാറുള്ളൊരു സംഭവമാണ്. എന്നോട് ചോദിക്കും എൻ്റെ ഫോൺ നമ്പർ എത്രയെന്ന് അറിയാമെന്ന് ചോദിക്കും. നമ്മളെ കല്യാണം കഴിഞ്ഞ ഡേറ്റ് ചോദിക്കും, പിള്ളേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഇതിൽ 4 ഞാൻ പൂട്ടിപ്പോവും. പിന്നെ അതും പറഞ്ഞായിരിക്കുള്ളൂ വഴക്കെപ്പോഴും. ധർമ്മജന്റെ പിറന്നാൾ എന്നാ? ആഗസ്റ്റ് 23, 76. അനുജയുടെ പിറന്നാളെന്ന് അറിയാൻ പറ്റില്ല. അറിയില്ല. തലേ ദിവസം ഓർക്കും. തലേ ദിവസം ഞാൻ ഓർക്കും. എല്ലാ ഇതിനും ചോദിക്കും. അപ്പം എനിക്ക് ഏകദേശം ഓടി കിട്ടും. അല്ലാതെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ചേച്ചി. ഇതൊക്കെ ഓർത്ത് വെക്കണ്ടേ?
ഇത് ഓർത്ത് വെക്കാനായിട്ട് അങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ നമുക്ക് ആ സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. അതൊക്കെ കൊടുക്കാറുണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട്, എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ അതിന്റെ തലേദിവസമോ അതിന്റെ തലേദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഓർക്കും ഇങ്ങനെ മനസ്സിലിട്ട് വെച്ചേക്കും, അല്ലെങ്കിൽ റിമൈൻഡറിൽ ഇട്ടിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. എന്നാലും കുറച്ചുകൂടി റൊമാൻറ്റിക് ആകേണ്ടിയിരിക്കുന്നു. റൊമാൻറ്റിക് ഒക്കെയാണ് ഇപ്പൊ ഇവിടെ വെച്ച് കാണിക്കാൻ പറ്റില്ല. പൊതുവെ സീരിയസ് ആളാണോ? ഞാനങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആബ്സെന്റ് മൈൻഡിലേക്ക് ഇരിക്കുള്ളൂ. ചില പല സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ അങ്ങനെ ആയിപ്പോണതാ. അത് എൻ്റെ ഇങ്ങനെ ഉള്ളതാ, നേരത്തെ തന്നെ ഉള്ള സ്വഭാവമാണ്. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല കണ്ട. അപ്പോൾ ഒരാൾക്ക് കഥ പറയുമ്പോൾ ഒരാൾക്ക് ഓർമ്മയില്ല. ഇഷ്ടപ്പെടുന്ന പ്രധാന ഗുണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുട്ടികളെ നോക്കുന്നതൊക്കെ പുള്ളി ചെയ്യാത്ത കാര്യമല്ല, ഉണ്ടാവില്ലല്ലോ വീട്ടില്. പുള്ളി എഴുതിയിരിക്കുന്നത് കെയറിംഗ് എന്നാണ്. ആരെ കെയറിങ്? അല്ല, എൻ്റെ കാര്യത്തിൽ കെയറിങ്ങാണ്, എല്ലാ കാര്യത്തിലും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിലും കെയറിങ്ങാ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ? ആണോ? അല്ല, എവിടെ പോയി എന്തായി, ഇപ്പൊ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാലും എന്തായി, ഷൂട്ട് കഴിഞ്ഞു വന്നു, കറി വെക്കണോ. ഞാൻ ഇത്തിരി ഭക്ഷണത്തിൻ്റെ ആളായതുകൊണ്ട്, മീൻകറിയുടെ ആളാണ്, അതുകൊണ്ട് കറി കിട്ടിയോ ഞാനും വിളിച്ചു ചോദിക്കും, എന്തെങ്കിലും കിട്ടിയോ, കറി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വിളിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. എന്താ അറിയോ, ഈ നായകന്മാരെ പോലെ നായികമാരുടെ അടുത്ത് അത്രയും അടുത്ത് ഇടപഴകി അഭിനയിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ടുണ്ട്. അനുജയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, പക്ഷേ എപ്പോഴും ഉള്ള ചേച്ചി തന്നെയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരി. കാരണം മൊബൈലിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ 10 സുഹൃത്തുക്കളെ വിളിക്കണം, എൻ്റെ 10 സുഹൃത്തുക്കൾ, ആൺ സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിക്കണം എന്ന് പറയും. കാരണം പുറലോട്ടൊരു ബന്ധം ഉണ്ടാവണമല്ലോ. അതേക്കാറില്ല, എപ്പോഴും ചേച്ചീനെ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കസിനെ വിളിക്കും. പിന്നെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, ഒരുമിച്ച് ജോലി ചെയ്ത ആ കൂട്ടുകാരനെ വിളിക്കും. തീർന്നു. ആ കൂട്ടുകാരുടെ പേരെന്താ? ആ കൂട്ടുകാരുടെ പേരെന്താ? ജിഷേ. കുട്ടിയുടെ പേര് കിട്ടാണ് ജിന്ന. ഈ അരൂരുള്ള ഒരു കുട്ടി, അത് അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ആണോ? ഓക്കെ. അഞ്ചു ആണ് ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അഞ്ജുവിനെ പോലും വിളിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. ധർമ്മജന് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം എന്തിനാ? എനിക്ക് ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് സമ്മതിക്കാതെ നമ്മളോട് മറുത്ത് ഇങ്ങോട്ട് പറയുമല്ലോ. തറുതല പറയുന്നൊരു കാര്യം ഭയങ്കര. ഇടയ്ക്കല്ല, ഒരുമിക്കപ്പോഴും പറയും. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പോസിറ്റ് വേറെ കാര്യം അല്ല, ആ കാര്യം എന്താണെന്ന് പറഞ്ഞ് കേട്ട് അത് സമ്മതിക്കാതെ നമ്മളോട് തിരിച്ച് അപ്പൊ അങ്ങനെ ചെയ്തു. അത് ഭയങ്കര കുഴപ്പം പിടിച്ച കേസത് ശരിക്കും എല്ലാവരുടെ ജീവിതത്തിലും. നമ്മളൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടോ അനുസരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ആരോടും എന്ത് പറയാനായിട്ടാ, അങ്ങനെ കൺഫ്യൂഷൻ ആവും. അനുജ പറയുന്ന എല്ലാ കാര്യം സമ്മതിച്ചു കൊടുക്കും, അത് അപ്പം തറുതല പറയില്ലേ? എല്ലാ കാര്യമൊന്നുമല്ല. ഞാൻ ഇന്നുവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഞാൻ മുടക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യത്തിന് മുടക്ക് പറയാറില്ല. വളരെ റെയറായിട്ട് എന്തെങ്കിലും പറഞ്ഞതുപോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുമില്ല. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. പൊതുവെ എങ്ങനെയാ, ദേഷ്യക്കാരനാണോ? അങ്ങനെ ദേഷ്യമില്ല, ചില നേരമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദേഷ്യമുണ്ടോ അനുജയ്ക്ക്? അനുജയ്ക്ക് അങ്ങനെ ദേഷ്യം വലിയ കാര്യമൊന്നുമില്ല. എനിക്കാണ് ഇത്തിരി മുൻഷുണ്ടി കൂടുതൽ, അപ്പോൾ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതായത് ധർമ്മജന് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം അനുജ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? വീട് വൃത്തികേടാക്കി ഇടുന്നത് ഇഷ്ടമല്ല. അത് പിള്ളേരെന്തെങ്കിലും ഞാനായിരുന്നു ശരിക്ക്. ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കണ അവരൊറ്റ കാര്യത്തിന്. അത്തരം കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുമോ? ഞാൻ വളരെ ശ്രദ്ധിക്കും. ഞാൻ വരുമ്പോൾ തന്നെ ചിലപ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ കൊച്ചുങ്ങളുടെ ഷഡ്ഡി ആ മുറി തുടങ്ങി അറ്റം വരെ ഉണ്ടാവും, അടുക്കള വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ആരെങ്കിലും കയറി വന്നാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട്, ചെറിയൊരു വീട്ടിലെ താമസം, അപ്പോൾ അതൊന്ന് അടുക്കിപ്പറിച്ച് ഇത് കഴിയുമ്പോൾ വെക്കും. എല്ലാം കഴിയുമ്പോൾ പിള്ളേരൊക്കെ പിന്നെ എടുത്തുകൊണ്ടൊന്ന് ഇടും. അപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ തന്നെ റിമോട്ട് ചിലപ്പോൾ താഴത്തിലെടുത്തായിരിക്കും കിടക്കണം. അപ്പോൾ പിന്നെ പിള്ളേരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതവിടെ കിടക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതടിച്ച് വൃത്തിയാക്കും. നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആഗ്രഹിക്കുകയും ഇതുവരെ ധർമ്മജനിൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്ത ഒരു കാര്യം എന്താണ്? അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഇല്ലേ? ധർമ്മജൻ എഴുതിയിരിക്കുന്ന ഒരു വീട് അതുണ്ട്. ഉണ്ടോ?
ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ നടന്നിട്ടില്ല അത്? കൂട്ടലിലാണ്. അതല്ലാതെ ചെറിയ ലൈറ്ററായിട്ടുള്ള ഭാര്യ ആഗ്രഹിച്ചിട്ട് കൊടുക്കാൻ സാധിക്കാതെ പോയ എല്ലാം തന്നിട്ടുണ്ട്. പിശുക്കനാണോ അതോ ചെലവാളി? അയ്യോ പിശുക്കൊന്നുമില്ല. പിശുക്കൻ ഒട്ടുമല്ല, ആവശ്യം ആവശ്യം കൂടിയാലേ ഉള്ളൂ. ഒട്ടും പിശുക്കാറില്ല ആരുടെ കാര്യത്തിലും, ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭയങ്കര വിശാല മനസ്സാണ്. അതിൻ്റെ കുറച്ച് ദോഷമുണ്ടെന്നേ ഉള്ളൂ. സേവ് ചെയ്യും, അത്യാവശ്യം സേവിങ് ഒക്കെ ഉള്ളൂ. ഞാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല പൈസകളൊക്കെ അങ്ങനെ പോവും. ഞങ്ങളുടെ കുറച്ച് സേവിങ്ങേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ്, അതിനുള്ളൊരു സേവിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നൊന്നും തോന്നിയിട്ടില്ല? ഞാൻ ഫസ്റ്റ് പടം അഭിനയിക്കുമ്പോൾ എനിക്ക് അത്രയും തോന്നലൊന്നും ഉണ്ടായില്ല. കാരണം എന്നോട് കോട്ടൺ നസീറൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ സിനിമയ്ക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പോലും കഷ്ടപ്പെടാത്തൊരുത്തനാണ്, ഞാനൊക്കെ ഫുൾ ടൈമിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ കോട്ടൺ നസീർ പറഞ്ഞിട്ടുള്ള, ഞാൻ 13 വർഷമായി അദ്ദേഹത്തോട് ചാൻസ് ചോദിക്കുന്നത്. കാണാൻ നസീറെ കൂടാൻ നസീറെ എന്ന് പറയണല്ലാതെ പറഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചാൻസ് ചോദിച്ച ഒരാളും സത്യനന്ദിക്കാടാണ്. ഞാനാണ് ചോദിക്കാറില്ല, അങ്ങനെ എപ്പോഴും വിളിച്ചിട്ട് എനിക്കതൊരു മടിയാണ്. എനിക്കൊരു എന്താ കോംപ്ലക്സ് ആണോ എന്താണെന്നറിയില്ല. ഞാൻ വിളിച്ച് ചോദിച്ചാൽ സിനിമയിൽ അവസരം ചോദിക്കാൻ വേണ്ടി വിളിക്കണതാണോ എന്ന് തോന്നുമോ എന്നൊക്കെ എന്നുള്ളൊരു ഇതൊക്കെയാണ്. അങ്ങനെ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് തന്നെ സിനിമയെ എടുത്തേക്കണത്. സിനിമ ഭയങ്കര ഇഷ്ടമുള്ള കാര്യവും സിനിമ എല്ലാ സിനിമയും ഇറങ്ങുന്ന എല്ലാ സിനിമയും പൊളിയണ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും എല്ലാം കാണും. അത് ഒറ്റണം പോലും വിടാതെ കാണുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് സിനിമകളെ പറ്റിയൊക്കെ. ധർമ്മജൻ്റെ അച്ഛന് ധർമ്മജൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കളിൽ എന്താണ് പ്രതീക്ഷ? എന്താ പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെയാണ്. ഇതൊക്കെ എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ലെന്നേ. ഭയമുണ്ടോ പെൺകുട്ടികൾ? തീർച്ചയായിട്ടും ഭയമുണ്ട്. ഞാൻ എപ്പോഴും പറയും. ആണോ? ആ എന്ന് വെച്ച് നമ്മളവരെ കെട്ടിയിട്ട് വളർത്തണമെന്നില്ല. നമ്മുടെ നാട്ടിൻപുറമായി എൻ്റെ പേരിൽ അങ്ങനെ വലിയ കുഴപ്പക്കാരൊന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് പിള്ളേർ അങ്ങോട്ട് വീടൊക്കെ ചെയ്യും, അടുത്ത വീടുകളിലൊക്കെ പോവും. നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെ അടുത്ത് താമസിക്കുന്നത്. ധർമ്മജൻ ഈ പറയുന്ന മാതിരി ഒരു ലോങ് ഡേയ്സ് ഒക്കെ അബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ എല്ലാം തന്നെ മാനേജ് ചെയ്യുമോ? അത് വേണ്ടി വരും. കാരണം എന്നോട് സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, എറണാകുളത്ത് വന്ന് ഫ്ലാറ്റിൽ താമസിച്ചുകൂടെ, സെക്യൂർഡായിട്ട് താമസിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി കുറേ വയസ്സായിട്ടാണ്, 70 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അമ്മച്ചിയൊക്കെ അപ്പുറത്തെ വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞിരുന്നു, ഇപ്പുറത്തെ വീട്ടിൽ മുറുക്കി ഇരുന്നു. അമ്മച്ചിനെ കൊണ്ട് ഫ്ലാറ്റിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും അമ്മച്ചിയൊക്കെ. കാരണം ഈ മുറ്റത്തൊക്കെ എന്തെങ്കിലും വെട്ടിയും കളിച്ചൊക്കെ നടന്ന് ശീലിച്ച് വർത്തമാനം പറഞ്ഞൊക്കെ നടന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ കൂട്ടിലിട്ട പോലെ ആയിപ്പോവും. പിന്നെ എൻ്റെ കുട്ടികളാണെങ്കിലും ഞാൻ ഇല്ലാത്തപ്പോൾ ഒന്ന് ഉറക്കെ കരഞ്ഞാൽ അപ്പുറത്തുനിന്ന് കിഴക്കൊന്നും പടിഞ്ഞാറെന്നൊക്കെ ആളുകൾ ഓടി വരുന്ന അത്ര സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു ഇത്. പിന്നെ ഈ പേപ്പറുകളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ പേടിയാവുന്നത്. 2 പെൺകുട്ടികളാണല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു അങ്ങനെ ഒരു പേടിയുള്ളൊരു അച്ഛനും കൂടിയാണ്. എത്ര വർഷം പ്രേമിച്ച് കളഞ്ഞു? എൻ്റെ പ്രേമൊന്നും വലിയ വിജയമൊന്നും വരുന്നില്ലെന്നേ. അല്ലേ? ഞാൻ പ്രേമിക്കുന്നുണ്ട്. നല്ല സങ്കടമുണ്ട്. എനിക്ക് ആ പെണ്ണിനൊക്കെ എൻ്റെ കൈ കെട്ടി കഴിഞ്ഞാൽ കൈ കീറുന്ന സങ്കടമുണ്ട്. കാരണം ഈ 8ാം ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ പ്രേമം തുടങ്ങിയിട്ട് ഈ നമ്മുടെ നോട്ട് ബുക്കിൽ ഇത് കീറുക, ഒന്നും മൊബൈലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എഴുതുക. ഇത്ര പേജാന്ന് ഒരു ലൈൻ അങ്ങനെ എൻ്റെ നല്ല കൈയക്ഷരമൊക്കെ. അപ്പോൾ ഒരു ലൈൻ അങ്ങനെ ഇത്തിരി വളവുണ്ടെങ്കിൽ അത് കീറി കളഞ്ഞിട്ട് അടുത്ത എഴുതും. ഇങ്ങനെ കുറേ നോട്ട് ബുക്ക് അത്രയും അധ്വാനം വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്നെങ്കിലേ അല്ലേ എവിടെ എത്തിയാനെ. അങ്ങനെ എത്ര പേരെ പ്രണയിച്ചു? പ്രേമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുമാതിരി നമുക്കറിയാമല്ല. കുറെ നാൾ വരെയൊക്കെ ലവ് ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ലവ് ലെറ്ററൊക്കെ വായിക്കാനായിട്ട്. അനുജയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല? ഇല്ല. നോക്കണേ, ആർക്കൊക്കെയോ കൊടുത്തു കേട്ടോ. അപ്പോഴൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഒരു ഫോണൊക്കെ ആയി, അങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ലവ് ലെറ്ററിൻ്റെ കാര്യം വന്നിട്ടില്ല. ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും എന്നെ വെറുതെ ആയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ആർക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു, എനിക്കെല്ലാവരും ഇഷ്ടമായിരുന്നു. പക്ഷേ പണി പാളിയെന്ന് പറഞ്ഞാൽ മതിയില്ല. ഫാമിലി മാൻ ആണോ? കുടുംബമായിട്ട് വിട്ടു നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ 1 മാസത്തെ പ്രോഗ്രാമിന് പോകാറില്ല. UK ആണെങ്കിലും 12 ദിവസമൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഞാനൊരു പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാ വർഷവും വിളിക്കും, പോകാറില്ല. ഞാൻ അവിടെ കിടന്ന് കരയും.
അതായത് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എണ്ണിയിരിക്കും, ദിവസം എണ്ണിയിരിക്കും. ഓരോ ദിവസം എണ്ണിയിട്ട് ഇങ്ങനെ എണ്ണിയിരിക്കും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒബാമനെ തെറി പറയും. ഇതൊക്കെ എൻ്റെ അവിടുത്തെ ശീലങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു മാസത്തേക്ക് വിട്ടേക്ക്. ഇങ്ങനെ ഒരു പ്രൊഫഷൻ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഞാൻ ഇവിടെ ആണെങ്കിൽ പോവാം, ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ പോയി. അമേരിക്കയിൽ നിന്നൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് MGയുടെ ചേട്ടൻ മരിക്കുന്നത്. അദ്ദേഹം അവിടെ ആയിരുന്നു. ഇപ്പോൾ ദുബായിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കണ്ടി എളുപ്പത്തിൽ വരാമല്ലോ. അങ്ങനെ ഒരു മാസത്തെ പ്രോഗ്രാമിന് പോക്കില്ല. അപ്പോൾ വളരെ സന്തോഷം. ഈ നിമിഷം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ? സമ്മാനങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. കൊടുക്കണേ എന്നും ഞാൻ ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഡ്രസ്സായിട്ട് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഈ ഒറ്റപ്പാലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ലൊക്കേഷനുകളിൽ ചില ചേട്ടന്മാർ നല്ല സാരിയോ ചുരിദാറൊക്കെ കൊണ്ടുവരും. അത് വാങ്ങിച്ചുകൊണ്ടു കൊടുക്കാറുണ്ട്. എറണാകുളത്ത് വരുമ്പോൾ കൊടുക്കാറുണ്ട്. ഈ ഷോയിന് വന്നോന്ന് പറഞ്ഞപ്പോൾ പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തു. അതാ രണ്ടുപേരും ഇങ്ങനെ പൈസ അറിയാൻ പാടില്ലേ? അതാണ് മഞ്ഞയായിട്ട് പ്രത്യേകം എടുക്കണമെന്ന് പറഞ്ഞു എന്നോട്. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇപ്പൊ ചേച്ചി എടുത്ത സാരിയുടെ കളർ ഭയങ്കര ഇഷ്ടം. പിന്നെ റെഡ്. എന്നോട് ഭയങ്കര ആഗ്രഹം പറയുമായിരുന്നു കേട്ടോ. ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത്. MG ശ്രീകുമാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. മമ്മൂട്ടിനെ മോഹൻലാൽ തന്നെയൊന്നുമല്ല, ഇങ്ങനെ 2-3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ്. എപ്പോഴും പ്രോഗ്രാം കാണലും, ഈ പ്രോഗ്രാം മിക്കപ്പോഴും കാണും. പിന്നെ പാചക പരിപാടികളാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ ബുക്ക് ഞാൻ കുറെ നാൾ മുമ്പ് വായിച്ചതാണ്. അപ്പോൾ ബുക്ക് വീട്ടിലുണ്ട്. അതൊരു പകുതി അംഗൻവാടി പോകുമ്പോ പകുതിയായി. അതൊക്കെ വെച്ചിട്ട് അതൊക്കെ വായിച്ച് ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞിട്ട് എന്നോടൊന്ന് മര്യാദക്ക് പെരുമാറിയാൽ മതിയായിരുന്നു. അപ്പൊ ഇനി പരിഗണിക്കൂ കേട്ടോ, തറുതല പറയണ്ട. ഭർത്താവിന് അത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ 2 മിസ്റ്റേക്കാണ്. ഒന്ന് തറുതല പറയുന്നു, 2 വീട് മുഴുവൻ തുണി അതും ഇതൊക്കെ വെച്ച് വാരിയിടുന്നു, വൃത്തികേടാക്കിയിടുന്നു. ഇത് 2 മാത്രം വളരെ ചെറിയ കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ വളരെ നല്ലോണം ഇട്ട് കഴിയുമ്പില്ലേ ഒന്നും പറയില്ല. അപ്പൊ നമ്മ ചീത്തക്കിട്ട നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാ പറയണത്. അത് ശരിയാട്ടോ, അത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. ചീത്തതിനെ ചീത്ത എന്ന് മുഖത്ത് നോക്കി പറയുന്ന പോലെ നല്ലതിനെ നല്ലതെന്ന് പറയാനും കൂടി ശ്രമിക്കണം, അല്ലേ? സപ്പോർട്ട് ചെയ്തു. അപ്പൊ 2 പേരും ഇനി മുതൽ അങ്ങനെയായിരിക്കണം. ഓക്കെ. അപ്പോൾ ധർമ്മജൻ എന്തോ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തോളൂ. ഇന്ന് ഇവിടെ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. എന്തായിരിക്കും അതില്? ചുരിദാറായിരിക്കും. ആണോ? ആയിരിക്കും. ചുരിദാറാണോ? ആണ്. നീ ഏത് കളറായിരിക്കും എന്ന് ചോദിക്കും. ഏത് കളറ്? പീക്കോ ബ്ലൂ. ആണോ? ചേച്ചിയുടെ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഓ ഓക്കേ. അപ്പൊ സന്തോഷായോ? സന്തോഷമായി. അപ്പൊ ഇനി അടുത്ത ഗിഫ്റ്റ് എന്താണെന്നറിയോ ധർമ്മജൻ തരാൻ പോകുന്നത്? ഇവിടെ വെച്ചല്ല, വീട് വെച്ച് തരും. ഓക്കെ. അപ്പൊ സന്തോഷം അനുജ, ധർമ്മജൻ. താങ്ക് യു.